ഹലോ. അപ്പോൾ ഇന്ന് തങ്കീസ് ഡയറിയിൽ ഞാനൊരു ഓണം വ്ലോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ്റെ അല്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണം സെലിബ്രേഷൻ്റെ ആണ് കേട്ടോ. അപ്പം ഓണത്തിന് സാധാ സെറ്റും മുണ്ടൊക്കെയല്ലേ നമ്മൾ ഉടുക്കാറുള്ളത്. അപ്പോൾ ഇതിനൊരു റീസൺ ഉണ്ട്, അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഇന്നത്തെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള സാരി. അപ്പം നമുക്ക് ബാക്കി കാണാം. ഞാൻ ട്രെയിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാറുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റേഷനിൽ ഇട്ടിരുന്ന അത്തപ്പൂക്കളാട്ടോ, ഭയങ്കര വലിയൊരു അത്തപ്പൂവായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നേരെ ട്രെയിന് വെയിറ്റ് ചെയ്യുന്നുള്ളൊരു ടൈമാണ്, ഒരു അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് സിദ്ധി കളക്ഷനിലെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയിനാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഹെവി ആയിട്ടുള്ള ജ്വല്ലറി ഇടണമെന്ന് താല്പര്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ജിമുക്ക വലുതിട്ടിട്ട് പിന്നെ ഒരു ഇൻവിസിബിൾ ചെയിൻ ഇട്ടത്. ഇത് എനിക്കുള്ള ട്രെയിനല്ല, എനിക്കുള്ള ട്രെയിൻ ഇതാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് കൊല്ലത്താണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ബസ്സിനാണ് ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. അപ്പം വരുന്ന വഴിയിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അപ്പോൾ ആളുമായിട്ട് കേട്ടോ ഞാൻ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് എത്തിയത് കേട്ടോ. അപ്പം എല്ലാവരും എത്തിയിട്ടില്ല, കാരണം ഓണ പ്രോഗ്രാമൊക്കെ അല്ലേ, എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് വരാനും ടൈം എടുക്കും. അങ്ങനെ എല്ലാവരും എത്തിയിട്ടില്ലായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഡെക്കറേഷനും അത്തപ്പൂക്കളും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നുള്ളൂ. ഈ നാണം കുണുങ്ങി വരുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ട് അവിടെ ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ ഇട്ടു. അപ്പോൾ കൂടെ ഞാനും കുറച്ച് പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാതിരിക്കുകയാണ്. പക്ഷേ എൻ്റേതായിട്ടുള്ള കുറച്ചും കൂടെ പൂക്കളം കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേഷൻ ഞാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി അത്തപ്പൂക്കളം ഇട്ടില്ല എന്നുള്ളൊരു സങ്കടം വേണ്ട എന്ന് കരുതി. ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫും അതുപോലെ എൻ്റെ കൊളീഗ്സും ഒക്കെയാണ് കേട്ടോ. മിസ്സുമാരും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് മുല്ലപ്പൂക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഗോകുൽ കേട്ടോ. ആൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അവിടെ നിൽക്കുന്ന ആ സാറാണ് നമ്മുടെ ജർമ്മൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് കേട്ടോ. ബിജു സാറിനാണ് പേര്. ഈ കാണുന്നതെല്ലാം എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുപ്പും ഒരുങ്ങലും മേക്കപ്പ് ഇടലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് പൂക്കളം ഒക്കെ റെഡിയാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ സദ്യക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ടേബിളും ഒക്കെ കറക്റ്റായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഇത് എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ. എല്ലാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ. പാവം കുട്ടികളാണ്, എല്ലാം നല്ല കുട്ടികളാണ്. അതായത് എല്ലാം പല ഏജിലുള്ള കുട്ടികളാണ്. കുട്ടികളുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, PG വരെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നമ്മുടെ കോഴ്സ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും പല കുട്ടികൾക്കും അതിൻ്റെ അറ്റൻഷൻ അതുപോലെ നമ്മൾ കൊടുത്താണ് കുട്ടികളൊക്കെ കൊണ്ടുപോകാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമാണ് ഇവരെ ക്ലാസ് എടുക്കാനും. അപ്പം ഇതെല്ലാം നമ്മുടെ സ്റ്റാഫ് ആണ്. അവിടുത്തെ സ്റ്റാഫ് എല്ലാം നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ സെക്ഷൻ പോലെ ഞങ്ങളെല്ലാം എടുക്കുകയാണ്. പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് വന്നു. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. എല്ലാവരും ഓണം മൂഡിലാണോ? എന്താണ് മൂടാണ്? കേട്ടില്ല. സദ്യ, ഊണ്, ഊഞ്ഞാല്, പൂക്കള, അത്തപ്പൂ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ സൈഡിൽ നിൽക്കുന്ന കണ്ടോ, അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MD-യുടെ വൈഫും സാറിൻ്റെ മക്കളും ഒക്കെയാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഇനിയും നെക്സ്റ്റ് ഇനാഗുറേഷൻ ആയിരുന്നു. ചെറിയ ലൈറ്റായിട്ട് നമ്മൾ ദീപമൊക്കെ കത്തിച്ച് ഇനാഗുറേഷൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പ്രയറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരിട്ട് നമ്മുടെ പ്രോഗ്രാംസിലേക്കാണ് കടന്നത് കേട്ടോ. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് നല്ലോണം ഡാൻസും പാട്ടും ഒക്കെ പാടും ഒക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് കാണാം. അപ്പം നമ്മുടെ ഓണ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഓണത്തിന് തിരുവാതിര ഇല്ലാതെ എന്ത് ഓണം അല്ലേ. അപ്പം ആദ്യം നമ്മുടെ കുട്ടികൾ തിരുവാതിരയിൽ തന്നെയാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ ഇനി വരുന്ന കുറച്ച് ഡാൻസിൻ്റെ മ്യൂസിക്കുകൾ ഉണ്ടാവില്ല കേട്ടോ. അതിനുള്ള റീസൺ കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എക്സ്ട്രാ മ്യൂസിക്കൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. ചിലതൊന്നും കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഞാൻ മ്യൂസിക് ഇടുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടത് ജർമ്മൻ ഫോക്ക് ഡാൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ ചെയ്തത്. പിന്നെ അതിനുശേഷം അവിടുത്തെ എല്ലാ സ്റ്റാഫിനും, അതുപോലെ ടീച്ചിങ് സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാം ഓണക്കോടി സമ്മാനിച്ചു കേട്ടോ നമ്മുടെ MD. അപ്പം എനിക്കും കിട്ടി കേട്ടോ. അപ്പം ഓരോരുത്തർ ലൈൻ ബൈ ലൈനായിട്ട് ചെന്ന് ഓണക്കോടി വാങ്ങിക്കുകയാണ്. അപ്പോഴില്ലേ നമുക്ക് ഓണക്കോടിയൊക്കെ കിട്ടി. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്താണ്? സദ്യയാണല്ലേ, ഓണസദ്യ. അപ്പോൾ എല്ലാ ഐറ്റവും ചേർന്നിട്ടുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ. വിത്ത് ബോളി പായസം, 2 തരം പായസം ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ കൂട്ടുകറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്രാവശ്യത്തെ എൻ്റെ ഓണത്തിൻ്റെ ആദ്യത്തെ സദ്യ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ കേട്ടോ കഴിച്ചത്. എല്ലാ കറികളും ഉണ്ടായിരുന്നു. പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, സാമ്പാർ, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ ഒരു എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റ്, അവരുടെ ഒരു കലാശക്കൂട്ട് എന്ന് പറയുന്ന പോലെ അവർ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴില്ലേ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഈ സെറ്റ് സാരി ഓണത്തിന് ഉടുക്കാതെ എന്താണ് ഈ സാരി ഉടുത്തതെന്നുള്ളൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിനുള്ള റീസൺ കാരണം ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആകെ കുറഞ്ഞ ദിവസം, വെറും 3 ദിവസം കൊണ്ട്, അത് ഫുൾ ടൈം ഒന്നും കിട്ടിയില്ല. കിട്ടിയ സമയത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കളിച്ചത് കേട്ടോ. കുറേ പോരായ്മകളുണ്ട്, എന്നാലും നമ്മൾ കളിച്ചു.
എങ്ങനെയുണ്ട് ഗായ്സ് ഞങ്ങളുടെ ഡാൻസ്? സ്കൂളിലും കോളേജിലൊക്കെ പണ്ട് നമ്മൾ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം പഴയ പോലെ അങ്ങോട്ട് ശരിയാവുന്നില്ല. സാരില്ല, എന്തായാലും നമുക്ക് പറ്റുന്ന രീതി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പിള്ളേരുടെ മുന്നിൽ നമ്മളും പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ, നമ്മുടെ കുറേ പ്രോഗ്രാംസ്, മീൻസ് എന്താ, സുന്ദരിക്ക് പൊട്ട് തൊടിയിട്ട് ബിസ്ക്കറ്റ് കടി, അങ്ങനെ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു കോളേജിലെ പോലെ അങ്ങ് അടിച്ചുപൊളി ഈ പറയുന്ന ബാൻഡും മേളോ അങ്ങനൊന്നും ഇല്ല, പക്ഷെ ഉള്ളത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ അടിച്ചു പൊളിച്ചു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ ഓണം വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ഹാപ്പി ഓണം.